നമസ്കാരം, ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. കോട്ടയം നഗരസഭ നാട്ടകം സോണിലെ ആരോഗ്യ വിഭാഗം ഓഫീസിനുള്ളിലെ മേൽക്കൂര ഇന്ന് രാവിലെ ഇടിഞ്ഞു വീണു. നിരവധി ആളുകൾ വരുന്നത് കൊണ്ട് തന്നെ വലിയൊരു അപകടമാണ് ഇന്ന് ഒഴിവായത്. ഈ വിഷയം തത്സമയം റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ റിപ്പോർട്ടർ അജ്മി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു. അജ്മി, നാട്ടകം ആരോഗ്യ വിഭാഗം ഓഫീസിൽ ഇന്ന് രാവിലെ എന്താണ് സംഭവിച്ചത്? ഗംഗ, കോട്ടയം നഗരസഭയുടെ നാട്ടകം സോണിലെ ആരോഗ്യ വിഭാഗം ഓഫീസിനുള്ളിലെ മേൽക്കൂരയാണ് ഇത്തരത്തിൽ തകർന്നു വീണത്. ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപകുമാറിന്റെ ക്യാബിന് മുകളിലുള്ള മേൽക്കൂരയുടെ ഭാഗങ്ങളായിരുന്നു അടർന്നു വീണത്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടി മസ്റ്ററിങ്ങിനായിട്ട് ഉദ്യോഗസ്ഥർ ഈ ഓഫീസിൽ എത്തുകയായിരുന്നു. തുടർന്ന് 8:15 കൂടിയായിരുന്നു വലിയ ശബ്ദം കേട്ടപ്പോൾ അവർ ഓഫീസിനുള്ളിലേക്ക് കയറുകയും ക്യാബിനുള്ളിലേക്ക് കയറുകയും അപ്പോഴാണ് മേൽക്കൂരയുടെ ഭാഗം ഇടിഞ്ഞു വീണതായി കാണുകയും ചെയ്തത്. ഇത്തരത്തിൽ 2 ദിവസമായി ഈ മേൽക്കൂരയുടെ ഭാഗം അടർന്ന് ഇരിക്കുന്നതായി ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഗംഗ, പജ്മി, ഈ സമയത്ത് ഓഫീസിനുള്ളിൽ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ആർക്കെങ്കിലും പരിക്കുണ്ടായിട്ടുണ്ടോ? ഗംഗ, ഈ സംഭവം നടക്കുന്ന സമയത്ത് ഉദ്യോഗസ്ഥരാരും തന്നെ ഈ ക്യാബിനിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായത്. സംഭവത്തിൽ ഇതുവരെ ആർക്കും ഒരു പരിക്കും സംഭവിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ അജ്മി? ഗംഗ, നമുക്കിപ്പോൾ നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ ഓഫീസിനുള്ളിലെ നാട്ടകം സോണൽ ഓഫീസിനുള്ളിലെ നിരവധി ഭിത്തികൾ ഇത്തരത്തിൽ അടന്ന് പൊളിഞ്ഞു വീഴാറായ നിലയിലാണ് ഇരിക്കുന്നത്. ഇത് എത്രയും വേഗം അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ഇതിലൂടെ ഈ ഓഫീസിലേക്ക് എത്തുന്ന ജീവനക്കാരുടെയും അതോടൊപ്പം തന്നെ ഈ ഓഫീസിലേക്ക് മറ്റ് ആവശ്യങ്ങൾക്കായി എത്തുന്ന ജനങ്ങളുടെയും ജീവന് സംരക്ഷണം നൽകാമെന്നും അവർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഗംഗ, ഇപ്പൊ നാട്ടകം സോണിലെ ആരോഗ്യ വിഭാഗം ഓഫീസിനുള്ളിൽ ഇന്ന് രാവിലെ ഏകദേശം 8:15 ഈ സംഭവം ഉണ്ടായത്. ഭാഗ്യവശാൽ ആർക്കും തന്നെ ഒരു ഉദ്യോഗസ്ഥർക്കും പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല. ഉടൻ തന്നെ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് നമ്മുടെ റിപ്പോർട്ടർ ഇപ്പോൾ നമ്മളുമായി പങ്കുവച്ചത്. കോട്ടയത്ത് നിന്നും ടീം ജാഗ്രത.